ടെസ്റ്റിലെ ഇല്ലസ്ട്രേഷൻ നമ്പർ 9 ആണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷനിലെ രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനാണ്. രണ്ട് കമ്പനി, വൈറ്റ് ലിമിറ്റഡ് ആൻഡ് ഗ്രീൻ ലിമിറ്റഡ്. വൈറ്റ് ലിമിറ്റഡ് എഗ്രി ടു അക്വയർ ബിസിനസ് ഓഫ് ഗ്രീൻ ലിമിറ്റഡ്. അപ്പോൾ ഗ്രീൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയെ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു? വൈറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഗ്രീൻ ലിമിറ്റഡ് ആണ് അബ്സോർബിങ് കമ്പനി. വൈറ്റ് ലിമിറ്റഡ് അബ്സോർബിങ് കമ്പനി വൈറ്റ് ലിമിറ്റഡ്, ഗ്രീൻ ലിമിറ്റഡ് അബ്സോർബ്ഡ് കമ്പനിയാണ്. ഗ്രീൻ ലിമിറ്റഡിനെ വൈറ്റ് ലിമിറ്റഡ് അബ്സോർബ് ചെയ്യാം ഓൺ 31 December 2016. അന്നേരമുള്ള ബാലൻസ് ഷീറ്റാണ് ഇത്. ഗ്രീൻ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റാണ് ഗ്രീൻ ലിമിറ്റഡിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 6 lakh ഉണ്ട്. അതിൽ നോട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 60,000 ഷെയർസ് ഓഫ് 10 each ആണ് 6 lakh. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് 2,80,000. 2,80,000 എന്ന് പറയുന്നത് ജനറൽ റിസർവ് 1,70,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,10,000 കൂടെ കൂടുന്നതാണ് 2,80,000. ഇനി ഷെയർ നോൺ കറൻറ്റ് ലൈബിലിറ്റീസിൽ ലോങ് ടേം ബോറോയിങ്സ് ഉണ്ട്. 6% ഡിബഞ്ചേഴ്സ് ആണത് 1 lakh. സൺട്രി ക്രെഡിറ്റേഴ്സ് 20,000. അസറ്റ്സ് ടാഞ്ചിബിൾ അസറ്റ് 6,40,000. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അതായത് ഗുഡ് വില്ല് 1,00,000. ഇൻവെൻട്രീസ് 1,68,000. ഡെപ്റ്റേഴ്സ് 36,000. ക്യാഷ് 56,000. ദെൻ നോട്ട് ഫർദർ ഇൻഫർമേഷൻസ്, അബ്സോർപ്ഷനായിട്ടുള്ള ഫർദർ ഇൻഫർമേഷൻസ് തന്നിരിക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഇക്വിവാലൻറ്റ് ടു 2.50 ഫോർ എവറി 10 rupee ഷെയർ ഇൻ ഗ്രീൻ ലിമിറ്റഡ്. ഗ്രീൻ ലിമിറ്റഡിൽ ഓരോ 10 രൂപയുള്ള ഷെയറിനും എത്ര രൂപ? 2 രൂപയുടെ ക്യാഷ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എത്ര ഷെയർ ഉണ്ട്? 60,000 ഷെയർ ഉണ്ട് അല്ലേ? 60,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ 60,000 ഷെയർ, ഒരു ഷെയറിന് 10 രൂപ. അപ്പം ഗ്രീൻ ലിമിറ്റഡിൽ 10 രൂപയുള്ള ഒരു ഷെയറിന് 2 രൂപ എന്ത് ചെയ്യാം? ക്യാഷായിട്ട് കൊടുക്കാം. 2.5 രൂപ ക്യാഷായിട്ട് കൊടുക്കാമെന്നും. ഇനി ഇഷ്യൂ 90,000 ഷെയർസ് ഓഫ് 10 ഫുള്ളി പെയ്ഡ് ഇൻ വൈറ്റ് ലിമിറ്റഡ് ഹാവിങ് ആൻ എഗ്രീഡ് വാല്യൂ ഓഫ് 15 per share. അപ്പം ഇനി പുതിയ കമ്പനി, അതായത് വൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്ത് ചെയ്യാം? 90,000 ഷെയർ, ഒരു ഷെയറിന് വില 10 രൂപയാണ്. 10 രൂപ വിലയുള്ള ഷെയർ എത്ര രൂപയ്ക്ക് കൊടുക്കാം? 15 രൂപയ്ക്ക് കൊടുക്കാമെന്നും എന്ത് ചെയ്തു? തീരുമാനം. അപ്പോൾ ഇത് രണ്ടും പർച്ചേസ് കൺസിഡറേഷനാണ്. ഇനി ഇഷ്യൂ ഓഫ് ആൻ എമൗണ്ട് ഓഫ് ഫുള്ളി പെയ്ഡ് 5% ഡിബഞ്ചേഴ്സ്. ഇപ്പം വൈറ്റ് ലിമിറ്റഡിൽ ഒരു ഡിബഞ്ചർ ഉണ്ട് 6% ഡിബഞ്ചേഴ്സ്. അതിന് പകരം ഗ്രീൻ ലിമിറ്റഡിൽ ഒരു 6% ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതിന് പകരം വൈറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പുതിയ കമ്പനിയിൽ എമൗണ്ട് ഓഫ് ഫുള്ളി പെയ്ഡ് 5% ഡിബഞ്ചേഴ്സ് ഓഫ് വൈറ്റ് ലിമിറ്റഡ് അറ്റ് 95%. അപ്പം പുതിയ കമ്പനിയിൽ ഡിബഞ്ചർ കൊടുക്കാം, പക്ഷേ അത് 95% ആസ് ഈസ് സഫിഷ്യൻറ്റ്. 95% എന്ന് പറയുമ്പോൾ അറ്റ് എ ഡിസ്കൗണ്ട് ആണ് അല്ലേ? 95% ആസ് എ ഡിസ്കൗണ്ട് അല്ലേ? ആസ് ഈസ് സഫിഷ്യൻറ്റ് ടു ഡിസ്ചാർജ് 6% ഡിബഞ്ചേഴ്സ് ഓഫ് ഗ്രീൻ ലിമിറ്റഡ് അറ്റ് എ പ്രീമിയം ഓഫ് 20%. അപ്പം ഗ്രീൻ ലിമിറ്റഡിന് ഈ 1 lakh ഡിബഞ്ചേഴ്സ് 20% പ്രീമിയത്തിൽ എന്ത് ചെയ്യാം? റെഡീം ചെയ്യാമെന്നും. പകരം വൈറ്റ് ലിമിറ്റഡിൽ ഈ ഡിബഞ്ചറിന് പകരം പുതിയ ഡിബഞ്ചർ 5% പുതിയ ഡിബഞ്ചർ എത്രയാണ്? 95% കൊടുക്കുക. അതായത് 5% ഡിസ്കൗണ്ടിൽ കൊടുക്കാമെന്നാണ് എഗ്രി ചെയ്തിരിക്കുന്നത്. When computing the agreed consideration, the directors of White Limited valued the land and building at 12 lakh, stock in trade revalued value of assets ആണ്. Debtors at their face value subject to an allowance of 5% to cover doubtful debts. ഡൗട്ട്ഫുൾ ഡെബ്സിന് ഒരു 5% നമ്മൾ പ്രൊവിഷൻ കൊടുക്കണം. കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ഓഫ് ഗ്രീൻ ലിമിറ്റഡ് കെയിം ടു 5,000. ബുക്സ് വൈറ്റ് ലിമിറ്റഡിൻ്റെ ഗ്രീൻ ലിമിറ്റഡിൻ്റെ എൻട്രീസ് ആൻഡ് അതുപോലെ തന്നെ ലെഡ്ജർ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. നമ്മൾ പറഞ്ഞല്ലോ 10 രൂപയുള്ള ഷെയറിന് 2 രൂപ വെച്ചിട്ട് ക്യാഷ് കൊടുക്കുക. അപ്പോൾ 60,000 ഷെയർ ഉണ്ട്. ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ട് 1,50,000. 90,000 ഷെയർ, ഒരു ഷെയറിന് വില 10 രൂപയാണ്. അത് 15 രൂപയ്ക്ക് കൊടുക്കുക. അതായത് 5 രൂപ പ്രീമിയമാണ് അല്ലേ? 10 രൂപ വിലയുള്ള ഷെയർ 15 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 5 രൂപ പ്രീമിയം. 13,50,000. ടോട്ടൽ 15 ലക്ഷം. ഇതാണ് പർച്ചേസ് കൺസിഡറേഷൻ, 15 ലക്ഷം. ഇനി ഡിബഞ്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഫേസ് വാല്യൂ ഇവിടെ 96% തന്നെയാണ്. വേറെ 96%. ഓക്കെ, ഇപ്പം ഇവിടെ ഡിബഞ്ചേഴ്സ് ഇൻ വൈറ്റ് ലിമിറ്റഡ് ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് പുതിയ കമ്പനിയിൽ കൊടുക്കാമെന്ന് പറയുന്നത്, അത് റെഡീം ചെയ്യാമെന്ന് പറയുന്നത് എത്രയാണ്? 1,20,000 രൂപയ്ക്ക്, അതായത് 1,00,000 രൂപയുടെ ഡിബഞ്ചർ 20% പ്രീമിയത്തിൽ റെഡീം ചെയ്യാമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം നമ്മൾ ഈ ഗ്രീൻ ലിമിറ്റഡിൻ്റെ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്. അപ്പം അതിൻ്റെ 96% സഫീഷ്യൻറ്റ് കൊടുക്കാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,25,000 ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹5 per ഡിബഞ്ചർ. ഓക്കെ,
അപ്പം ഡിബഞ്ചർ 5/7 ഡിബഞ്ചറിൽ അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ റിഡീം ചെയ്യാൻ പോകുന്ന വാല്യൂവിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് കൊടുക്കാമെന്ന്. അപ്പോൾ എത്ര ഡിബഞ്ചർ കൊടുക്കണം? 1,25,000 ഡിബഞ്ചേഴ്സ് കൊടുക്കണം ഗ്രീൻ ലിമിറ്റഡ്. ഓക്കെ, ഇനി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ നമുക്കറിയാം. റിയലൈസേഷൻ്റെ എൻട്രീസ് എല്ലാം അറിയാം. ഓരോ ഐറ്റംസ് എഴുതുക. 1 lakh, ഗുഡ് വില്ല് 1 lakh, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 6,40,000, സ്റ്റോക്ക് ഡിബഞ്ചേഴ്സ് എല്ലാം ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 36,000, ക്യാഷ് 56,000. ഓക്കെ, ദെൻ 6% ഡിബഞ്ചേഴ്സ് ലൈബിലിറ്റീസ് ഒക്കെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ്. 6% ഡിബഞ്ചേഴ്സ് 1 lakh, ക്രെഡിറ്റേഴ്സ് 20,000, റിയലൈസേഷൻ 1,20,000. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. വൈറ്റ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിയലൈസേഷൻ 15 lakhs. ദെൻ ഷെയർസ് ഇൻ വൈറ്റ് ലിമിറ്റഡ്, അത് റിയലൈസേഷൻ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ഷെയർസ് ഇൻ വൈറ്റ് ലിമിറ്റഡ് 13,50,000, ബാങ്ക് അക്കൗണ്ട് 1,50,000, 15 lakhs. ഇനി റിയലൈസേഷൻ്റെ ഒരു റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, അതാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. റിയലൈസേഷൻ എക്സ്പെൻസ് ഓഫ് ഗ്രീൻ ലിമിറ്റഡ് കെയിം ടു 5,000 എന്ന് പറയുന്നുണ്ട്, 5,000. ഓക്കെ, ദെൻ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ അസറ്റ്സ് എല്ലാം എഴുതി, ഗുഡ് വില്ല് എല്ലാം അങ്ങനെ ഡെപ്റ്റേഴ്സാണ് എല്ലാം എഴുതി, ബാങ്ക് എക്സ്പെൻസും എഴുതി, ലൈബിലിറ്റീസ് ഡിബഞ്ചറും ക്രെഡിറ്റേഴ്സും പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ എഴുതുമ്പോൾ ഒരു 6,15,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ഇറ്റ് കെയിം ടു 6,15,000. അപ്പം ഇവിടെ അതിന് വേണ്ടി സെപ്പറേറ്റ് എൻട്രി എഴുതിയിട്ടില്ല, പകരം അത് ഇക്വിറ്റീസും റിസർവ്സൊക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ എൻട്രിയിൽ തന്നെ റിയലൈസേഷൻ പ്രോഫിറ്റും കാണിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വേണം ഇത് സെപ്പറേറ്റ് എൻട്രി ആയിട്ട് എഴുതാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 6,15,000. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 6,15,000. അല്ലെങ്കിൽ ഇങ്ങനെ ഇക്വിറ്റീസും റിസർവ്സും നമ്മൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. ഈ റിയലൈസേഷൻ പ്രോഫിറ്റ് ആർക്കുള്ള? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള. അപ്പോൾ അത് വേണം ഒരു എൻട്രി ആയിട്ട് നമുക്ക് വേണം എഴുതാം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 lakh, റിസർവ് അതുപോലെ P&L, ദെൻ റിയലൈസേഷൻ പ്രോഫിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ ഇക്വിറ്റി ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 14,95,000, ടു ഷെയർസ് ഇൻ വൈറ്റ് ലിമിറ്റഡ് 13,50,000. ഇനി ഇവിടെ ടു ബാങ്ക് അക്കൗണ്ട് 1,45,000. 1,45,000 എന്ന് പറയുമ്പോഴത്തേനും 1,50,000 ആണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കാവുന്ന എഗ്രി ചെയ്യുന്നത്, മൈനസ് ഒരു 5,000 റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട് അല്ലേ? ഈ റിയലൈസേഷൻ എക്സ്പെൻസ് 5,000 റിയലൈസേഷൻ എക്സ്പെൻസ് അത് കുറച്ചിട്ടുള്ള വാല്യൂ, ഇത് കുറച്ച് ഈ 5,000 കുറച്ചിട്ടുള്ള വാല്യൂ ആണ് 1,45,000 എന്ന് പറഞ്ഞ് ക്യാഷ് കാണിച്ചത്. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് കണ്ടു. ഇനി വൈറ്റ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് ഓരോ കാര്യങ്ങൾ എഴുതുക. അതുപോലെ ഷെയർ ഇൻ വൈറ്റ് ലിമിറ്റഡ് ബാങ്ക് അക്കൗണ്ടും ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ അറിയാം 5,000 അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബൈ റിയലൈസേഷൻ 5,000, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 1,40,000. വൈറ്റ് ലിമിറ്റഡിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ ക്യാഷ് ഒരു ഷെയറിന് 2,000 രൂപ വെച്ച് 1,50,000 രൂപയാണ് അല്ലേ? ഓക്കെ, ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ പർച്ചേസ് കൺസിഡറേഷൻ അതുപോലെ ക്യാഷ് എക്സാക്ട്ലി റിസീവ്ഡ് എത്രയാണ് അത് എഴുതുക. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, സെയിം ആണ്, അമാൽഗമേഷൻ പോലെ തന്നെയാണ്. ഇനി അബ്സോർബിങ് കമ്പനിയുടെ ജേണൽ എൻട്രിയാണ്. അബ്സോർബിങ് കമ്പനി വൈറ്റ് ലിമിറ്റഡ് അല്ലേ? അപ്പം പർച്ചേസ് കൺസിഡറേഷൻ ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് ഗ്രീൻ ലിമിറ്റഡ് 15 lakhs. ദെൻ അത് കഴിഞ്ഞിട്ട് അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്യുന്ന എൻട്രിയാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് റീവാല്യൂഡ് വാല്യൂ ആണ് എടുക്കുന്നത് ഇവിടെ. ഡെപ്റ്റേഴ്സ് സ്റ്റോക്ക് 1,42,000, ഡെപ്റ്റേഴ്സ് 36,000. ഒരു 5% പ്രൊവിഷൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കണക്കിൽ കണ്ടല്ലോ, പ്രൊവിഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ട, അഡ്ജസ്റ്റ് ചെയ്യേണ്ട. പ്രൊവിഷൻ ഇവിടെ നമ്മൾ കാണിച്ചാൽ മതി. പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് 56, ഇനി ഡിബഞ്ചേഴ്സ് 1 lakh, ക്രെഡിറ്റേഴ്സ് 20,000, ഡിബഞ്ചേഴ്സ് 1 lakh, ക്രെഡിറ്റേഴ്സ് 20,000. അതുപോലെ തന്നെ ദെൻ പ്രൊവിഷൻ 36,000, 5% പ്രൊവിഷൻ 1,0800 ഇവിടെ കാണിച്ചാൽ മതി അല്ലേ? 5% പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാതെ ഇവിടെ ഡെപ്റ്റേഴ്സിൻ്റെ 36,000 വാല്യൂ കാണിക്കുക. എന്നിട്ട് ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡപ്സ് എന്ന് പറഞ്ഞിട്ട് 36,000 5% 1,0800. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ 15 lakhs. അപ്പം ഒരു ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വരും. അപ്പോൾ ആ ഡിഫറൻസിന് നമ്മൾ പറയാം ഗുഡ് വില്ലാണ് 1,87,800. ദെൻ 6% ഡിബഞ്ചർ, പിന്നെ ഡിബഞ്ചേഴ്സിൻ്റെ എൻട്രിയാണ്.
ഡിബഞ്ചറിൻ്റെ എൻട്രി കണ്ടോ, 6% ഡിബഞ്ചർ, അതായത് ഗ്രീൻ ലിമിറ്റഡ് അബ്സോർബ് ചെയ്ത് പോകുന്ന കമ്പനിയുടെ 6% ഡിബഞ്ചേഴ്സ് ഡെപ്റ്റർ അവർക്ക് എത്രയാണ് കൊടുക്കാനുള്ളത്? 1 ലക്ഷം രൂപയാണ് അല്ലേ, 1 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് അല്ലേ. നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? നമ്മൾ പുതിയ കമ്പനിയിൽ കൊടുക്കുന്ന 1,25,000, അതാണ് ടു 5% ഡിബഞ്ചേഴ്സ് വൈറ്റ് ലിമിറ്റഡിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 1,25,000 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ കൊടുക്കുമ്പോൾ 20,000 രൂപ, അതായത് 1,20,000% പ്രീമിയത്തിനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 1,20,000 രൂപയ്ക്ക്, അതായത് 20,000 രൂപ, ഈ 20,000 രൂപ പ്രീമിയവും പിന്നെ ഈ പുതിയ കമ്പനിയിൽ കൊടുക്കുന്ന ഡിബഞ്ചർ 5% ഡിസ്കൗണ്ടിലുമാണ് കൊടുക്കുന്നത് അല്ലേ. 5% ഡിസ്കൗണ്ട്, അതായത് 1,00,000-ന് 5% എന്ന് പറഞ്ഞാൽ 5,000 എന്ന് പറഞ്ഞാൽ 20,000 രൂപ പ്രീമിയവും 5,000 രൂപ ഡിസ്കൗണ്ട്. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസാണ് അല്ലേ. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്ത് പോകുമ്പോൾ 20,000 രൂപ കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസാണ്, ഈ 5,000 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ഓണർഷിപ്പ് ഡിബഞ്ചർ അതായത് 5,000-ഉം പ്രീമിയം ഓൺ റിഡംഷൻ 20,000 രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് വിൽ അല്ലേ, ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് കാണിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ അപ്പം എത്ര രൂപയാണ് കൊടുത്തു വിടുന്നത്? 1,25,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്, 1,20,000 ആണ് കൊടുക്കുന്നത്. അതിൽ 5,000 രൂപ ഡിസ്കൗണ്ടാണ്. ഈ 5,000 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട്ലി അത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിബഞ്ചറിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ്റെ അത് പേ ചെയ്യുന്നതായിട്ടുള്ള എൻട്രിയാണ്. ലിക്വിഡേറ്റേഴ്സ് ഓഫ് ഗ്രീൻ ലിമിറ്റഡ് 15 lakhs. ഇക്വിറ്റി ഷെയറായിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് 9 ലക്ഷമാണ്. 90,000 ഷെയറിന് 10 രൂപ വെച്ച് 5 രൂപ പ്രീമിയം, അതായത് 10 രൂപയുടെ ഷെയർ 15 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പം 90,000 ഷെയർ ഉണ്ട്, ഒരു ഷെയറിന് 10 രൂപ വെച്ച് 9 ലക്ഷം. 5 രൂപ പ്രീമിയം 4,50,000, ബാങ്ക് ക്യാഷായിട്ട് 1,50,000. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ 5,000 ആൻഡ് പ്രീമിയം റിഡംഷൻ 20,000 ആർ ഡെബിറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അബ്സോർപ്ഷൻ.